ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ വണ്ടി ടാറ്റ നാനോ കേട്ടോ. നാനോ ഓയിൽ ലീക്ക് ഉണ്ട് നോക്കി ചെക്ക് നോക്കിയ സമയത്ത് വാൽക്കാറിൻ്റെ അവിടെ ലീക്ക് ഉണ്ട്, ചെറിയ ലീക്ക് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ലീക്ക് വന്നിട്ടുള്ളത് നമ്മളെ ഓയിൽ പ്രഷർ സ്വിച്ച് ഉണ്ടല്ലോ, ആ ഭാഗത്ത് കൂടെ നല്ലപോലെ ലീക്ക് വന്നിട്ടുണ്ട്. വാൽക്കാറിൻ്റെ അവിടെ ചെറിയ ലീക്ക് ഉണ്ട്, ഈ ഭാഗത്തൊക്കെ ചെറിയ ലീക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്തായാലും ഇപ്പോൾ മാറുന്ന സമയത്ത് ഇതിൻ്റെ വാൽക്കാറിൻ്റെ പാക്കിങ് മാറുന്നുണ്ട്. പിന്നെ ഇതുണ്ടോ എഞ്ചിൻ്റെ അടിഭാഗത്തേക്കൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ ലീക്ക് വന്നിട്ട് ഓയിൽ പ്രഷർ സ്വിച്ച് ഉണ്ടല്ലോ, ആ സ്വിച്ചിൻ്റെ അത് കൂടെ കൂടുതൽ ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഓയിൽ പ്രഷറിൻ്റെ സ്വിച്ച് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഓയിൽ പ്രഷർ സ്വിച്ച് മാറണം, വാൽക്കവർ പാക്കിങ് മാറണം ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ജെന്യൂൻ പാർട്സാണ് ഓർഡർ ചെയ്തത്, ടാറ്റേൻ്റെ ജെന്യൂൻ പാർട്സാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഴിക്കാന്നുണ്ടെങ്കിൽ കുറേ അഴിക്കാനൊന്നുമില്ല കേട്ടോ. ആ 2 പ്ലഗിൻ്റെ കൂടെ വേറെ അഴിക്കാം, ജസ്റ്റ് ബ്രീത്തറിൻ്റെ ഹോസ് ഉണ്ടായിരിക്കും അഴിക്കുക. പിന്നെ ഈ വാൽക്കവറിൻ്റെ ഒരു 6-10 ബോൾട്ടും ഉണ്ടായിരിക്കും. പിന്നെ ആ വയറിങ്ങിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാൽക്കവർ അഴിച്ച് മാറ്റാം. അപ്പം വാൽക്കവറിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഓയിൽ പ്രഷർ സ്വിച്ച് അഴിച്ചിട്ടുണ്ട്. അത് വരുന്നത് 21 ബോക്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഴയത് അയച്ച് 21 ബോക്സും പുതിയത് വരുന്നത് 22 കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പഴയത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സ്വിച്ച്, ആ സ്വിച്ച് മാറിയിട്ടുണ്ട്. ഇനി നമ്മളതാ പുതിയ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ പോകും കേട്ടോ. ഇതാണ് പുതിയ സ്വിച്ച്. അത് നേരെ അതിലേക്ക് ത്രെഡ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഫ്രീ ആയിട്ട് ഫുള്ളൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം 22 ബോക്സോ അല്ലെങ്കിൽ റിങ്ങോ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് നിങ്ങളിഷ്ടം പോലെ അതൊരു ചിലപ്പോൾ 22 റിങ് കൊണ്ട് പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ 22 ബോക്സ് ഇട്ടിട്ട് ഇതേപോലെ റാച്ചറ്റ് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഇത് 21 ബോക്സാണ്. ഇത് കയറില്ല. നേരെ റിങ് എടുക്കുന്നുണ്ട്, 22 റിങ്. അത് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഓവറായിട്ട് ടൈറ്റ് കഴിഞ്ഞാൽ ത്രെഡ് പോകും കേട്ടോ. ഒരു മാക്സിമം ടൈറ്റ് പിടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് റിങ് സ്പാൻ എന്ന് പറഞ്ഞാൽ 22 കേട്ടോ. അപ്പോൾ അത് വെച്ചാൽ ടൈറ്റ് ചെയ്യൽ. ഇനി അത് എല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒറ്റ പിന്നെ വരുന്നത് ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കുള്ളൂ. സോക്കറ്റ് നേരെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ വണ്ടി സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഓയിലിൻ്റെ ലൈറ്റ് കത്തി കിടക്കും കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ഫിറ്റ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അഴിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് റീഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ സോക്കറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി വയറും കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വാൽക്കവർ അയച്ച സമയത്ത് കോഡ് വയറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അയച്ചതെല്ലാം തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്യാം. 2 കോഡ് വയർ ഉണ്ടായിരിക്കും, 2 കോഡ് വയറും അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്രീത്തറിൻ്റെ ഓസ് ഒന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓസും അതേപോലെ ഫിറ്റ് ചെയ്തതിന് ശേഷം ആ ക്ലിപ്പും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ട് കൺഫേം ചെയ്യാം, ഓയിലിൻ്റെ ആ ലൈറ്റ് ഓഫ് ആവുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം കേട്ടോ. പിന്നെ വാൽക്കാറിൻ്റെ അവിടെ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും കൂടി കൺഫേം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ ഉണ്ട്, വീണ്ടും കാണാം.